ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോയ്സ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുതിയ മെറ്റീരിയൽ വീണ്ടും കാണാം. ഇത് ഒരു പ്രാവശ്യം വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ വേറൊരു പ്രിൻ്റ് ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതാണ് ക്യാപ്സ്യൂൾ ഫോയിൽ പ്രിൻ്റ്. നല്ലൊരു പീച്ച് കളറിലാണ് വരുന്നത്. നല്ല സൂപ്പർ മെറ്റീരിയലാണ്, നല്ല ഫ്ലോയിങ് ഉള്ള മെറ്റീരിയലാണ്. പിന്നെ വെയർ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. സാരിക്കുമൊക്കെ നല്ലതാണ്, സാരി ഉടുക്കാനൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ നമുക്കൊരു റയോൺ മിക്സ്ഡ് ആണ് ഈ ഒരു ക്ലോത്ത്. ചെറുതായിട്ട് റയോണിൻ്റെ ഒരു മിക്സിങ് വരുന്നുണ്ട്. ക്യാപ്സ്യൂൾ ഫോയിൽ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ. നല്ല ഫ്ലോയിങ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൊഡാൾ മസ്ലിൻ കൊണ്ടുവന്നില്ലേ, അപ്പോൾ അതിൻ്റെ അത്രയും ഹെവി അല്ല എങ്കിലും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഉൾവശമാണ് ഞാൻ ആദ്യം കാണിച്ചത് കേട്ടോ. ഇത് പുറംവശമാണ്. നല്ല കളറാണ് കേട്ടോ, നല്ല അടിപൊളി കളറാണ്. ഒരു ഡാർക്ക് പീച്ച് കളറാണ്, ലൈറ്റ് റെഡിൻ്റെ ഒരു ടച്ചിങ് വരുന്ന ഒരു പീച്ച് കളറാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ്. അതിൽ പിന്നെ വൈറ്റും അതുപോലെ തന്നെ ഒരു മെറൂൺ ചെറുതായിട്ട് ലൈറ്റായിട്ട് മെറൂൺ ഷെയ്ഡും ഒക്കെ കയറി വരുന്നുണ്ട്. പിന്നെ ഫോയിൽ പ്രിൻറ്റും ഉണ്ട്. ഇത് അതിൻ്റെ ബോട്ടം ക്ലോത്താണ് കേട്ടോ. ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബോട്ടം ക്ലോത്തിന് ഫോയിലില്ല കേട്ടോ. അപ്പോൾ ബോട്ടത്തിനും ടോപ്പിനും റേറ്റ് വ്യത്യാസമുണ്ട്. 10 റുപ്പീസിൻ്റെ വ്യത്യാസമുണ്ട്. വേറെ ക്ലോത്തിന് മാറ്റമൊന്നുമില്ല, സെയിം ക്ലോത്താണ്. ഫോയിൽ പ്രിൻ്റ് ഇല്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇതൊക്കെ ഉണ്ടോ, നിഴലടിക്കാത്ത ഫാബ്രിക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് എലൈൻ കുർത്തി അതുപോലെ തന്നെ അംബ്രല്ല കുർത്തിയൊക്കെ തയ്ക്കാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ഫ്രോക്സിനുമൊക്കെ നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുന്നു. നമുക്ക് ഓഫ്ലൈനായിട്ട് ഇതിന് നല്ല റീച്ചുള്ള മെറ്റീരിയലാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നമ്മൾ ആദ്യമായിട്ട് ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു നല്ല ബ്ലൂ കളറിലാണ് കേട്ടോ. ഒരു പുറത്തുനിന്നുള്ള ഒരു വെയിലിൻ്റെ ഷെയ്ഡ്സാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ പകൽ എടുക്കുന്നത് കൊണ്ട് ജനൽ വഴി വെയിലൊന്ന് കയറി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇതൊരു ഫ്ലവർ പാറ്റേൺ അല്ല, ഇതൊരു ലീഫ് പാറ്റേൺ ആണ് കേട്ടോ. അതിനെ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. നല്ലൊരു ബ്ലൂ കളർ കേട്ടോ. റോയൽ ബ്ലൂ ഒന്നും അല്ല കേട്ടോ, ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഉൾവശമാണേ. പീക്കോക്ക് ഗ്രീൻ അല്ല കേട്ടോ, ഇത് ബ്ലൂ തന്നെയാണ്. അതിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഗ്രീൻ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു പ്രിൻസിന്. ഉണ്ടോ, ഫോയിൽ പ്രിൻ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഫോയിൽ പ്രിൻ്റ് വെറുതെ അല്ല, ഒരു ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ബോട്ടമാണേ. ബോട്ടം ക്ലോത്ത് ഇങ്ങനെയാണ്, ഒരു ലൈൻ പാറ്റേൺ ആണ് ബോട്ടം ക്ലോത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൈൻ പാറ്റേൺ ലെങ്ത്ത് ബേസിലാണ്. ആദ്യത്തെ ഞാൻ കാണിച്ചത് വിഡ്ത്ത് ബേസിലായിരുന്നു. അപ്പോൾ എങ്ങനെ വേണേലും തയ്ക്കാം. 2 മീറ്റർ ഉണ്ടെങ്കിൽ ബോട്ടത്തിന് ധാരാളമാണ്. അപ്പോൾ എങ്ങനെ വേണേലും തയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരുന്നു. കണ്ടോ, നല്ല ഫ്ലോയാണ് കേട്ടോ ഫാബ്രിക്ക്. സൂപ്പർ ഫാബ്രിക്കാണ്. അപ്പോൾ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 148 ആണ് ടോപ്പിൻ്റെ ക്ലോത്തിന്, 138 ബോട്ടത്തിൻ്റെ ക്ലോത്തിനും കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ടോപ്പും ബോട്ടവും കൂടെ ഒരുമിച്ചാണ് കൊടുക്കുകയുള്ളൂ. ടോപ്പ് മാത്രമായിട്ട് കൊടുക്കില്ല. പിന്നെ ബോട്ടം വേണമെങ്കിൽ ബോട്ടം മാത്രമായിട്ട് തരും കേട്ടോ. ബോട്ടം ക്ലോത്താണ് ഇഷ്ടപ്പെട്ടെങ്കിൽ. കാരണം ബോട്ടം നമുക്ക് 2 മീറ്ററല്ലേ കട്ടിങ് വരുള്ളൂ. ടോപ്പിൻ്റെ ക്ലോത്ത് 5 മീറ്ററും 3 മീറ്ററും 2.5 മീറ്ററും ഒക്കെ എടുക്കുന്നവരുണ്ട്. അംബ്രല്ല കുർത്തിക്കൊക്കെ ആണെങ്കിൽ 5 മീറ്ററൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് രണ്ടും കൂടെ എടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ബോട്ടം മാത്രം ബാലൻസ് ആവും. അതുകൊണ്ടാണ് ഇത് വരുന്നത് ബ്ലാക്ക് കളർ. ഈ ക്ലോത്ത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് നമുക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് പിന്നെ റീസ്റ്റോക്ക് ചെയ്തു. അതിൽ കുറച്ച് ബാക്കി വന്നിട്ടേ ഉള്ളൂ. ഒരു 15-16 മീറ്ററൊക്കെ ഇതുള്ളൂ കേട്ടോ. ബോട്ടത്തിൻ്റെ ക്ലോത്ത് കൂടുതലുണ്ട്, ടോപ്പിൻ്റെ ക്ലോത്ത് 15-16 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ. ഡിസൈൻ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു റെഡ് കളറും ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു പോയി. റീസ്റ്റോക്ക് ചെയ്തിട്ടും കഴിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഇത് ഒരുപാട് തരാനുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നത്. ഇത് അതിൻ്റെ ഉൾവശം. ഈ
ബോട്ടത്തിൻ്റെ ക്ലോത്ത് ആണെങ്കിലും കുർത്തിക്ക് നല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബോട്ടം ക്ലോത്താണ്. പിന്നെ നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ അത്രയും സ്റ്റിഫ്നെസ് ഇതിൻ്റെ ടോപ്പിൻ്റെ അത്രയും ഒരു ഫ്ലോയിങ് ഈ ടോപ്പിൻ്റെ ക്ലോത്തിനില്ല. ചെറിയൊരു സ്റ്റിഫ്നെസ് ഉണ്ട് ചെറുതായിട്ട് കേട്ടോ. വിശദമായിട്ട് പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറയുന്നത് കേട്ടോ. അതുപോലെ ക്ലോത്തും വിശദമായിട്ട് കാണിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ട് മാത്രം എടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ കുറച്ച് ക്ലോത്ത് മാത്രം കാണിച്ച് അതിനെ വിശദമായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എടുക്കുന്നവർക്ക് കറക്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അടുത്തത് ഇതാണ് കേട്ടോ. ഈ ഒരു ഡിസൈനാണ്, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. കളർ സെയിം കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഒരു ബോട്ടം പെയറാക്കാം. പിന്നെ വൈറ്റ് കളർ മതി നമുക്ക്. ഇത് ടോപ്പ് മാത്രമുള്ള മെറ്റീരിയലാണ്, ബോട്ടം ഇല്ല. അപ്പോൾ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബോട്ടം ഉപയോഗിക്കാം. അതിൽ ഒരു ഡാർക്ക് വൈൻ കളർ ചെറുതായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബോട്ടം ആണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വൈറ്റ്, ഓഫ് വൈറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അടുത്തത് ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ, ലൈറ്റ് ബ്ലൂ ആണ്. ഈ ബ്ലൂവിന് എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ്, നല്ല രസമാണ് കാണാൻ. ഇത് ഫ്ലവർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു ടീൽ ബ്ലൂ, അതുപോലെ തന്നെ യെല്ലോ അല്ല, ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ലൈറ്റ് യെല്ലോ, ചിക്കു ഷെയ്ഡ്, അതുപോലെ തന്നെ ഒരു ആഷ് കളറ്, ഒരു ഗ്രേ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് പെയറായിട്ടുള്ള ബോട്ടം സ്ലബിലുണ്ട് കണ്ടോ. സ്ലബിലാണ് ഇത് വന്നിരിക്കുന്നത് ഈ ബോട്ടം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലവറിന് ഇതേ കളറ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കാം. പിന്നെ ചിക്കു ഷെയ്ഡിലുള്ള ബോട്ടം ഉണ്ടെങ്കിൽ, ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ളതുണ്ടെങ്കിൽ, ആ ഒരു ബ്ലൂ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നത് കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ക്യാപ്സ്യൂൾ ഫോയിൽ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഖാദിയിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഖാദി കോട്ടൺ ആണ്. അതിൻ്റെ ഫസ്റ്റ് കളർ ഇതാണ്. ഇതൊരു ഗ്രേ അല്ലെങ്കിൽ ഒരു ഡിം വൈറ്റിൽ വരുന്ന ഒരു വൈൻ കളറിൽ ഇങ്ങനെ നൂലിഴ പാകിയ പോലെയാണ് ആ ഒരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ. അതിൻ്റെ സ്ട്രക്ചർ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഷർട്ടിനും അതുപോലെ തന്നെ മിഡി, ഫ്രോക്ക്, ടോപ്പിനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ്. നിഴലടിക്കില്ല, ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ടോപ്പൊക്കെ അടിക്കണമെങ്കിൽ നമുക്കൊരു വൈറ്റ് ബോട്ടം ഷോളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ലൈറ്റ് ലാവൻഡറായിട്ടും ഒക്കെ തോന്നും കേട്ടോ ഈ ഒരു കളറ്. 44 ഇഞ്ചാണ് കേട്ടോ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ. ഇത് ഒരു ഒനിയൻ പിങ്കിൻ്റെ ടച്ച് ഉണ്ട്, ഒനിയൻ പിങ്ക് അല്ല, നല്ലൊരു പിങ്കാണ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റൊന്നും അല്ലാത്ത, ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന കളറൊന്നുമല്ല, നല്ലൊരു കളറാണ്. ഇങ്ങനെയാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ ആ ഒരു വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഷർട്ടൊക്കെ സ്റ്റിഫായിരിക്കാൻ കംഫർട്ടൊക്കെ മുക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 99 റുപ്പീസാണ് കേട്ടോ. അടുത്തത് വരുന്നതും അതേ കാറ്റഗറിയിൽ തന്നെ വരുന്ന ക്ലോത്താണ്. ഇത് കുറച്ച് സ്റ്റിഫായിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. നമ്മൾ ആദ്യത്തതിനേലും കുറച്ച് തിക്നെസ് കുറവാണ്. അപ്പോൾ ഇതിനൊരു ലൈൻ പാറ്റേൺ വരുന്നുണ്ട്. അതൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വിഡ്ത്ത് ബേസിലാണ് കേട്ടോ ആ ഒരു ലൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇതും 44 ഇഞ്ച് വിഡ്ത്ത് തന്നെയാണ് ഇതിന് വരുന്നത്. 110 റുപ്പീസാണ് ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് കേട്ടോ. ആദ്യത്തേതിന് 99 റുപ്പീസ്, ഇത് 110. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്കൊരു നേവി ബ്ലൂ ബോട്ടം പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത്. വയലറ്റ്, ഒരു വൈൻ കലർന്ന ഒരു വാടാമുല്ല കലർന്ന വയലറ്റ്, വൈനല്ല വാടാമുല്ല കലർന്ന വയലറ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത്, ഏത് മെറ്റീരിയലാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഇതുവരെ എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെ വളരെ നന്ദി അറിയിക്കുന്നു കേട്ടോ. നമ്മുടെ സർവീസ് വരുന്നത് പോസ്റ്റലായിട്ടും ഇന്ത്യൻ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC കൊറിയറുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ മിനിമം ചാർജ് എടുക്കുന്നത് 42 രൂപയാണ് 4 മീറ്റർ വരെ. പിന്നെ അവിടെ നിന്ന് ഒരു 7 മീറ്റർ വരെ നമ്മൾ 60 രൂപയാണ് കേട്ടോ വാങ്ങാറ്. ഒരു 10 മീറ്റർ കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ 60 രൂപ വാങ്ങുമ്പോഴും നമുക്ക് 100 രൂപ, 88 രൂപ, 82 രൂപയൊക്കെ ആവും. അപ്പോൾ അങ്ങനെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ അവിടെ കൊടുക്കും, പക്ഷേ മിനിമം ചാർജ് ഈടാക്കാറുള്ളൂ കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലോത്തുകളൊക്കെ വാങ്ങുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്